ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 9 HD എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ഫീച്ചേഴ്സും അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേമും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 9 HD എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 9 HDയിൽ 6.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മിക്കവാറും ഫോൺ ബഡ്ജറ്റ് സെഗ്മെന്റിലായിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. HD റെസൊല്യൂഷൻ ഓക്കെയാണ്. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഡൈനാമിക് ബാർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് iPhone 16 സീരീസിലേതുപോലെയൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 500 നിറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിലൊക്കെ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ മെറ്റാലിക് ബ്ലാക്ക്, മിൻറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ കോറൽ ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ആ ഒരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G50 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള MediaTekന്റെ ഒരു പ്രോസസ്സറാണ്. ഇപ്പം വില ഒരു 6000-7000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. ഇപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. പക്ഷെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഫോണിൽ 3 GB റാം ആയിരിക്കും വരിക. ആ ഒരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 3 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ചിലപ്പം 64 GB ഇന്റേണൽ വന്നേക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. പൊതുവേ 6000-8000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ നമുക്ക് സിംഗിൾ സ്പീക്കറെ കിട്ടാറുള്ളൂ. പക്ഷേ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരും. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ DTS ഓഡിയോയുടെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ Android 14 അല്ലാന്നുണ്ടെങ്കിൽ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 13 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. രണ്ടാമത് ഒരു AI സെൻസറും വരും. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും വരിക. അപ്പം ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത് ഓക്കെയാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വന്നേക്കാം എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ January 28 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോൺ 6000-7000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻസ് അല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മാക്സിമം പോയാൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തും എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 7000 രൂപയ്ക്ക് താഴെയായിട്ട് തന്നെയാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 9 HD എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.